എത്തിയെങ്കിൽ പോലും പോലീസ് ഇപ്പോഴും ദൗത്യത്തിൽ ഡ്യൂട്ടിയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവർണർക്കെതിരെയുള്ള നീക്കം ശക്തമാക്കാൻ CPM ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടാൻ ആലോചനയുണ്ട്. സംസ്ഥാനത്തെ അറിയിക്കാതെ CRPFനെ നിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ വിഷയമാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി. ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ്. ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലെ ഇരുന്നു ഞാൻ കണ്ടിട്ട്. കാരണം കുട്ടികൾ ദൂരെയാ, അവർ പ്രതിഷേധിച്ചു, ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത്, എന്നിട്ടും ഗവർണർക്കോ കാരണോ വല്ലതും സംഭവിച്ചു. അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ഫോൺ വിളിക്കുന്നു, നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് CRPF എത്തുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പട നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോ കേരളത്തില്. പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയില്ലാത്തിലും അലങ്കാരം മാത്രമാണ് ഗവർണർ പദവി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത്. സർക്കാർ ഗവർണർ പോരിനിടെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. VV അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് CPMനെയും LDFനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ കേന്ദ്ര കമ്മിറ്റി യോഗം CPM ഇവിടെ ചേരുന്നു തിരുവനന്തപുരത്ത്. ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാവുക പ്രധാനമായും? എൽദോ, ഗവർണർക്കെതിരെ നീക്കങ്ങൾ ശക്തമാക്കാനാണ് CPMന്റെ തീരുമാനം. നേരത്തെ മുഖ്യമന്ത്രി ഗവർണർ ഭരണഘടനാ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചിരുന്നു. അപ്പോൾ തന്നെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കാമായിരുന്ന അഭിപ്രായം CPMൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് വേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഗവർണർ ഇന്നത്തെ നീക്കങ്ങൾ CRPFന്, സംസ്ഥാനത്തിന്റെ അനുമതിയില്ല, CRPFന്റെ സുരക്ഷ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് വേണമെങ്കിൽ ഏർപ്പെടുത്താം ഗവർണർക്ക്. പക്ഷേ അതിനെ സംസ്ഥാനത്തെ അറിയിച്ചുകൊണ്ട് വേണം, ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ട് വേണം ആ നടപടിയിലേക്ക് പോയത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അത് തന്നെ സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് CPM കാണുന്നത്. ഇടതുമുന്നണി കൺവീനറും അതുപോലെ തന്നെ തോമസ് ഐസക്കും ഒക്കെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങൾ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. വിളപ്പിൽശാല EMS അക്കാദമിയിലാണ് 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളൊക്കെയാണ് യോഗത്തിന്റെ അജണ്ടയെങ്കിലും സംസ്ഥാനത്ത് ചേരുന്ന യോഗം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളമാണ്. ഭരണമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഗൌരവമായി ഇത് ചർച്ച ചെയ്യാനാണ് സാധ്യത. ഗവർണർക്കെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ഡൽഹി സമരത്തിനും ഇതൊരു പ്രധാന മുദ്രാവാക്യമായി മാറാൻ ഇടയുണ്ട്. ഡൽഹി സമരം CPMന്റെ മാത്രമല്ല BJP വിരുദ്ധ മുഖ്യമന്ത്രിമാരെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു കേന്ദ്ര നീക്കം
ആകെയുള്ള കേന്ദ്ര നീക്കത്തിന്റെ ഭാഗമായി ഇതിനെ മാറ്റിയെടുക്കാൻ വലിയൊരു ക്യാമ്പയിനായി മാറ്റിയെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ സ്റ്റാലിനും അടക്കമുള്ള BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിമാർ കൂടി പങ്കെടുക്കും. അങ്ങനെ അതൊരു വലിയൊരു ക്യാമ്പയിനായി മാറും. സമരത്തിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിലേക്കാണ് അവരെ ക്ഷണിച്ചിട്ടുള്ളത്. വലിയൊരു ക്യാമ്പയിനായി മാറുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. സഖ്യസാധ്യതകൾ, കേരളമാണ് CPM-ന് ഏറ്റവും പ്രതീക്ഷയുള്ള, ഒരുപക്ഷേ ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനം. പരമാവധി സീറ്റുകൾ ഇവിടെ നിന്ന് നേടിയെടുക്കുന്നതിന് ആവശ്യമായ തന്ത്രങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. അരുൺ, ഈ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഈ ഗവർണർക്കെതിരായിട്ടുള്ള നിലപാട് അത് ഒരു കൃത്യമായിട്ടുള്ള ധാരണയിലേക്ക് CPM എത്തുമോ? പ്രത്യേകിച്ചും വലിയ ആലോചനയോടുകൂടി, വലിയ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം, മുന്നണിയിലൊക്കെ ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. ഗവർണറെ തിരികെ വിളിക്കണമെന്നൊക്കെ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിബന്ധം നേരിടും. അതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. സർക്കാർ ഗവർണർ പോരിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമോ CPM? തീർച്ചയായും CPM-ന്റെ വിലയിരുത്തൽ ഇനി ഇതിലൊന്നും സംഭവിക്കാനില്ല. എക്സ്ട്രീമിലേക്ക് ഗവർണർ നീങ്ങിക്കഴിഞ്ഞു. ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം മറന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പദവി മറന്നുകൊണ്ട് BJP-യുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തെ ഫെഡറൽ സംവിധാനങ്ങൾ പരിഗണിക്കാതെ ഫെഡറൽ സംവിധാനത്തിൽ പോകേണ്ട ഫെഡറൽ തത്വങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഗവർണർ നീങ്ങുകയാണ്. ഇന്നലെ അദ്ദേഹം ഈ നിലമേലിൽ കുത്തിയിരുന്ന് നടത്തിയ സമരം, അതിനുശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹം ഫോണിൽ ആരോഗ്യ ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ CRPF സേന അദ്ദേഹത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കും. അതൊക്കെ തന്നെ തീർച്ചയായും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് CPM കാണുന്നത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകരാറിലാണെന്ന് വരുത്തി തീർക്കാനുള്ള, സംസ്ഥാനത്ത് പോലീസിനെ കൊണ്ടൊന്നും കഴിയില്ല, ആഭ്യന്തര വകുപ്പിനെ കൊണ്ടൊന്നും കഴിയില്ല എന്നൊരു ധാരണ ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഗവർണറുടെ ഇത്തരം ഇടപെടലുകളെന്നാണ് CPM വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് CPM-ഉം. അത് രാഷ്ട്രീയമായി കൂടി ഗുണം ചെയ്യുമെന്ന് അവർ കരുതുന്നു. SFIയുടെ പ്രതിഷേധം തുടരും. അവർ ഒരു മുദ്രാവാക്യം ഉയർത്തി കൃത്യമായി നടത്തിയ പ്രതിഷേധമാണ്. ഇന്നലെ ഒരു തരത്തിലുള്ള അക്രമവും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗവർണർ ഒരിക്കലും ഒരു ഭരണാധികാരിയും ചെയ്യാത്ത തരത്തിൽ റോഡിൽ കുത്തിയിരുന്ന പോലീസിനെ കൊണ്ട് FIR ഇടിച്ചിട്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്തതൊക്കെ സ്വാഭാവികമായും കടന്ന കൈയായി CPM-ഉം സർക്കാരും വിലയിരുത്തും. അതുകൊണ്ട് തന്നെ ഗവർണറുടെ കാര്യത്തിൽ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്കും CPM തയ്യാറാകില്ല. അത് ഒരുപക്ഷെ അവർക്കൊരു രാഷ്ട്രീയ നേട്ടമായി മാറുമെന്ന പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. കാരണം ഗവർണറെ CPM പ്രതിഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത് BJP-യുടെ ഏജന്റായാണ്. BJP-യുടെ നയങ്ങൾ, BJP-യുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമായാണ് ഗവർണറെ CPM ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ രാഷ്ട്രീയമായി തന്നെ നടത്താനാണ് CPM-ന്റെ തീരുമാനം. നേരത്തെ തന്നെ ഗവർണർക്കെതിരെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗവും പൊളിറ്റ് ബ്യൂറോ യോഗവും ഒക്കെ നിലപാടെടുത്തിരുന്നു. ഇന്ന് വീണ്ടും ആവശ്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു യാദൃച്ഛികം എന്ന് പറയാം. സ്വാഭാവികമായും ഗവർണറുടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇവിടെ ചേരുന്നത്. ആ പോരതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ ഗൌരവത്തോടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. കേന്ദ്ര നേതൃത്വത്തിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് പ്രഖ്യാപനവും ഉണ്ടാകും ഈ വിഷയത്തിൽ. അരുൺ, ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഗവർണർ സർക്കാർ പോര്